ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിൽ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഇഷ്ട സീരിയൽ ക്ലൈമാക്സിലേക്ക് ആയിരിക്കുകയാണ്. അതെ, നമ്മുടെ ഇഷ്ട സീരിയലായ 4 സീരിയലാണ് ക്ലൈമാക്സിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടം മാത്രം, അതുപോലെ തന്നെ സ്നേഹക്കൂട്, പിന്നെ നമ്മുടെ മൗനരാഗം, പിന്നെ ടീച്ചറമ്മ, ഈ 4 സീരിയൽ ക്ലൈമാക്സ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടമാത്രത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാണിക്കാൻ പോണത് വേറൊന്നുമല്ല, നമ്മുടെ രചന സത്യങ്ങളൊക്കെ തിരിച്ചറിയാട്ടോ. ആകാശ് ഒരു ഫ്രോഡാണെന്നുള്ള സത്യം തിരിച്ചറിയുന്ന രചനേനെയാണ് നമ്മുടെ ക്ലൈമാക്സ് പ്രൊമോയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. സുജിയുടെ അടുത്തേക്ക് നമ്മുടെ സുമിയുടെ അമ്മാവൻ വരുന്നുണ്ട്. ആ സമയത്ത് സുജി എനിക്കൊന്ന് സംസാരിക്കാനെന്ന് പറഞ്ഞയക്കുന്നുണ്ടെങ്കിലും സുജി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടോ, ഒരു പ്രായമുള്ള മനുഷ്യനെ അന്വേഷിച്ച് വന്നതല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരോട് സംസാരിക്കുന്നില്ല. അപ്പോൾ ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ മരുമോളുണ്ട് സുമി എന്നാണ് പേര്, സുമിത എന്നാണ്. സുമിത കുറച്ച് നാൾ ആകാശ് മേനോൻ സാറിൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പം അവളെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ആകാശ് മേനോൻ സാറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുമ്പോൾ സുജിക്കൊരു ആശയം തോന്നാണ്. കാരണം നല്ലൊരു അവസരം തന്നെയാണിത്. വേറൊന്നുമല്ല, ഈ ആകാശ് മേനോന് കൊടുക്കാൻ പറ്റുന്നൊരു അവസരമാണിതെങ്കിലോ. എന്നിട്ട് സുജി ചോദിക്കുന്നുണ്ടല്ല, നിങ്ങളുടെ മരുമോൾക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവള് ഏതൊരു വലിയ പണക്കാരനെ വിവാഹം കഴിക്കാൻ പോവാണെന്നും എന്നോട് പറഞ്ഞിരുന്നു. പിന്നീട് അവളെക്കുറിച്ച് ഒരു അറിവുമില്ല എന്ന് പറയാണ്. അപ്പൊ ഇയാൾ വന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ സുജി വക്കീലാണെന്നുണ്ടെങ്കിൽ മഹേഷിനോട് പറയുന്നുണ്ട് കേട്ടോ. മഹേഷ് പറയുന്നുണ്ട്, അത് ചില സംശയങ്ങളൊക്കെ ഉണ്ട് സുജി വക്കീലെ. എൻ്റെ മോൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായിരുന്നു, ആകാശ് മേനോൻ എന്തോ ഒരു വലിയൊരു ചാക്കിൽ കെട്ടിയിട്ട് പുഴക്കരയിലെ കൊണ്ടിട്ട് പുഴയിൽ ഒഴുക്കിയതായിട്ട് പറയുന്നുണ്ടെന്ന് പറയാണ്. സുജി വക്കീൽ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, ഈ സുമിയുടെ അമ്മാവൻ്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് എടുക്കുമ്പോൾ പോലീസുകാരായിട്ട് അന്വേഷിക്കുമ്പോഴേക്കും ഇത് തെളിയാണെന്നുണ്ടെങ്കിൽ ഈ കേസിനെ കുറിച്ചിട്ട് ബലം കിട്ടുമല്ലോ. കാരണം ആകാശ് എത്ര നല്ലവനാണെന്നൊക്കെയാണല്ലോ രചന കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ അത് പൊളിക്കാൻ സാധിച്ചാൽ നല്ലതാണെന്ന് സുജി വക്കീലും പറയാണ്. അത് പ്രകാരം നമ്മുടെ ആകാശിനെതിരെ നമ്മുടെ സുമിയുടെ അമ്മാവനെ കൊണ്ട് തന്നെ മഹേഷ് ഒരു കേസ് കൊടുപ്പിക്കുകയാണ്. അതായത് ആകാശിന്റെ വീട്ടിൽ താമസിച്ചിരുന്ന തന്റെ മരുമകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടൊരു കേസ്. അപ്പൊ ആ കേസും പോലീസുകാർ ഇതിന്റെ കൂടെ തന്നെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാർ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയാണ്, നമ്മുടെ ആകാശ് സുമീന തലയിൽ അടിപറ്റി മരിച്ച സുമീന ഒരു ചാക്കിലാക്കി കെട്ടി വെള്ളത്തിലേക്ക് തള്ളിയതാണെന്നുള്ള കാര്യം മനസ്സിലാക്കാണ്. അപ്പൊ ഇത് നമ്മുടെ രചന എടുത്ത് പറയുമ്പോൾ രചന അപ്പോഴും വിശ്വസിക്കില്ല. എൻ്റെ ആകാശം അങ്ങനെയൊന്നും ചെയ്യില്ല, ആകാശം അങ്ങനെയാണ്, ദൈവമാണ്, ദൈവപുത്രനാണ് എന്നൊക്കെയാണ് രചന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ തെളിവുകളെല്ലാം നിരത്തി വെക്കാണ്. ആതിരയുടെ പീഡന കേസിലെ ആദ്യ പ്രതി നമ്മുടെ ആകാശാണ്. അത് മാത്രമല്ല, ഈ സുമിതയുടെ കേസിലും ആകാശ് തന്നെയാണ് പ്രതി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ആകാശ് ഇപ്പൊ പണക്കാരനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എല്ലാം ലോണും കാര്യങ്ങളാട്ടോ, എല്ലാം ദൂർത്തടിച്ചു ആകാശ്. അതുകൊണ്ട് തന്നെ ആകാശ് ജയിലിൽ പോകുമ്പോഴേക്കും ഈ പൈസ എല്ലാം തന്നെ എടുത്തിരിക്കുന്നത് രചനയുടെ പേരിലും കൂടിയിട്ടാണ്. അപ്പൊ രചന പെട്ടുപോകാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് രചനയുടെ തലയിൽ വന്ന് വീഴാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ആകാശ് ജയിലിലേക്ക് പോകുമ്പോഴേക്കും രചന പോലീസുകാരും ബാങ്കുകാരും വന്നിട്ട് ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആദിയാണെന്നുണ്ടെങ്കിലോ മഹേഷിന്റെ കൂടെ ആയിരിക്കും. അവിടെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുകയാണ് നമ്മുടെ ആദി. പിന്നീട് കുറച്ച് നാളത്തിന് ശേഷം നമ്മുടെ ഇഷിത പ്രസവിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇഷിതക്ക് ഒരു പെൺകുഞ്ഞാണ് ജനിക്കുന്നത്. അങ്ങനെ അവർ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പുറത്തു പോകുമ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച കാണുന്നത്. രചനയുടെ അവസ്ഥ വളരെ ദയനീയമാണ് കേട്ടോ. ആകാശിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ രചന ഒരു ഭിക്ഷക്കാരനെ പോലെ റോഡരികിൽ നടക്കുവാണ്. മുമ്പാണെങ്കിൽ മഹേഷിനെ രചന ഇട്ടേച്ചു പോകാൻ കാരണം എന്താണ്? മഹേഷിന് പണമില്ല, തനിക്ക് നല്ല സാരി ഉടുക്കാൻ പറ്റുന്നില്ല, ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റുന്നില്ല, തനിക്കൊരു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു 10 പൈസ തനിക്ക് തൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ മഹേഷിനെ ഉപേക്ഷിച്ചത്. അതേ രചന 10 പൈസ പോലും, അതായത് ഭയങ്കര ദരിദ്രവാസിയായ രീതിയിൽ നടു റോഡിൽ നിൽക്കുന്ന രചനേനെയാണ് ഇഷിതയും മഹേഷും ഇനി കാണാൻ പോകുന്നിട്ട്. അവർക്ക് ഷോക്കായി പോവാണ്, ഇത് രചന തന്നെയാണോ എന്ന് വിചാരിക്കാട്ടോ അവര്. അതിനുശേഷം രചനയാണെന്നുണ്ടെങ്കിൽ മഹേഷിനോട് എല്ലാത്തിനും തൻ്റെ തെറ്റുകളൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ്. അപ്പൊ ഈ ഒരു ഭാഗമാണ് ശരിക്കും ക്ലൈമാക്സിൽ വരുന്നത്. പക്ഷെ തിങ്കളാഴ്ചത്തെ പ്രൊമോയിൽ കാണിക്കാൻ പോണത് ഇതൊന്നുമല്ല. നമ്മുടെ രചനയും അതുപോലെ തന്നെ മനസ്സിനെയും കൂടി പിന്നെയും പ്ലാൻ ചെയ്യാണ് ഇഷിതേനെ എങ്ങനെയും കൊടുക്കണം. കാരണം അവളുടെ പ്രസവത്തിന്റെ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രസവിക്കുന്ന സമയത്ത് അവളുടെ കുഞ്ഞിനെ എടുത്ത് മാറ്റാൻ പറ്റുമെങ്കിൽ എടുത്ത് മാറ്റണം. അവൾ ആ കുഞ്ഞിനെ വളർത്തണ്ട എന്ന് തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇഷിത ഒരു കുഴപ്പമില്ലാതെ ലേബർ റൂമിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ ഡോക്ടർ ദേവികനെ തട്ടിക്കൊണ്ടു പോയാലോ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും സിസ്റ്ററെ നമുക്കൊന്ന് സ്വാധീനിച്ചിട്ട് ഡോക്ടർ ഇഷിതയുടെ കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട് രചനയും അതുപോലെ തന്നെ മനസ്സിനെയും കൂടി ഇഷിതയുടെ ലേബർ റൂമിൽ കയറ്റി ആ സമയത്ത് പോലും ഗൂഢാലോചന ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. പക്ഷെ അവിടെ എല്ലാം തന്നെ മഹേഷിനറിയാം ഇഷിത ലേബർ റൂമിൽ
കയറുമ്പോഴേക്കും ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെ മഹേഷ് രണ്ട് കണ്ണും രജനി ലേബർ റൂമിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ രചന വേഷം മാറി വരുന്നതും മനസ്വിനി പല നേഴ്സുമാരെ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലൊക്കെ ഇഷിതയുടെ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റാനായിട്ട് പല രീതിയിൽ സ്വാധീനിക്കുന്നതൊക്കെ മഹേഷ് മനസ്സിലാക്കിയ എല്ലാം ഇതും മറികടന്നിട്ടാണ് ഇഷിതയുടെ പ്രസവം നടക്കുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ ഇഷിതയുടെ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെയാണ് രചന ചെയ്യുന്നത്. ആ സമയത്താണ് ഈ ആകാശിന്റെ ഈ ഒരു കേസും കൂടി വരുന്നത്. അപ്പൊ സുമിതയുടെ ഡെഡ് ബോഡി കണ്ടെത്തുന്നുണ്ട്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ബലപ്രയോഗം നടന്നതായിട്ടും പിന്നീട് തല ഇടിച്ചു കൊണ്ടിട്ട് മരിച്ചതായിട്ടൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ പോലീസ് നിഗമനത്തിലെത്തുന്നത് വേറൊങ്ങനെയല്ല, ആകാശ് സുമിതേനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. ശ്രമത്തിനിടെ രക്ഷപ്പെടാൻ നോക്കിയ സുമിയുടെ തല മതിലിൽ ഇടിച്ചു കൊണ്ടിട്ടാണ് മരിച്ചതിന് ശേഷം ആകാശ് അത് പായയിലും അതുപോലെ തന്നെ ചാക്കിലൊക്കെ കെട്ടി പുഴയിൽ കൊണ്ട് ഒരു കല്ലും വെച്ച് കെട്ടിയിട്ട് പുഴയിലേക്ക് ഇട്ടു. അങ്ങനെയാണ് കേസ് വരുന്നത്. അപ്പോൾ രചനയെടുത്ത് പറയേണ്ട, ആകാശില്ല, ഞാൻ അവളൊന്നും ചെയ്യാൻ ശ്രമിച്ചില്ല, അവളാണ് എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. രചനക്ക് അപ്പോഴേക്കും ആകാശിന്റെ മുഖം മൂടി മനസ്സിലായിട്ടോ. രചന പറയുന്നുണ്ട്, വേണ്ട, നിങ്ങൾ ഇനി ഒന്നും പറയണ്ട, എനിക്ക് എല്ലാം മനസ്സിലായി, ഞാനൊരു വിഡ്ഢിയാണ്, അല്ലെങ്കിലും വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം എന്നൊക്കെ കേട്ടില്ലേ, അതുപോലെയാണ് എൻ്റെ അവസ്ഥ. ഞാൻ ഇത്രയും നാൾ നിങ്ങളെ വിശ്വസിച്ചു. രചന, ഞാൻ പറഞ്ഞ സത്യമാണ്, സുമിത എന്നെയാണ് അറ്റാക്ക് ചെയ്യാൻ നോക്കിയത്, എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ നടക്കുമായിരുന്നു സുമി. വേണ്ട, ഇനി മരിച്ച ആളെ കുറിച്ച് നിങ്ങൾ ഇല്ലാത്തതൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി, നിങ്ങളൊരു ഫ്രോഡാണ്, എൻ്റെ തെറ്റാണ്, എനിക്ക് നല്ലൊരു കുടുംബജീവിതം ദൈവം തന്നു, അത് തട്ടിത്തെറിപ്പിച്ച് ഞാൻ പണമുള്ള നിങ്ങളുടെ പുറകെ വന്നു, അതിന് ദൈവം തന്ന ശിക്ഷയാണിത്, ഇത് ഞാൻ അനുഭവിച്ചോളാം. എന്തായാലും ആകാശേ, നിങ്ങൾ വെറുതെ മരിക്കില്ല, നിങ്ങൾ അനുഭവിച്ചിട്ടേ മരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് പോകാൻ പോകുമ്പോൾ ആകാശപ്പെടാതെ, നീ വലിയ പുണ്യവതിയൊന്നും ആവണ്ട, ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നീയും അനുഭവിക്കും. നീ നിന്റെ ഒരു മുലകുടി പോലും മാറാത്ത കുഞ്ഞിനെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്നവളല്ലേ നീ വലിയ ന്യായമൊന്നും പറയണ്ട, നീയും അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആകാശ് ജയിലിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് രചന അനുഭവിക്കാൻ വേണ്ടി പോണ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ചിപ്പിയുടെയും ആദിയുടെയും അമ്മയാണല്ലോ രചന. അതുകൊണ്ട് തന്നെ രചന ഏത് അവസ്ഥയിലാണെങ്കിലും ഇഷിത കൈവിടുമെന്ന് തോന്നുന്നില്ല. രചനയ്ക്ക് എവിടെയെങ്കിലൊക്കെ ഒരു ജോലി ശരിയാക്കിയിട്ട് എങ്ങനെയെങ്കിലൊക്കെ രചന അവിടെ നിന്ന് സേഫ് ആക്കാനേ നമ്മുടെ ഇഷിത നോക്കുള്ളൂ. അപ്പൊ നമ്മുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന സീരിയലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. എന്തായാലും പെട്ടെന്നൊരു ക്ലൈമാക്സ് ആയിപ്പോയി, ഞാൻ വിചാരിച്ചേ ഇല്ല കേട്ടോ ഇതിങ്ങനെ ക്ലൈമാക്സ് ആവുമെന്ന്. ബാക്കി രണ്ട് സീരിയലിന്റെ ക്ലൈമാക്സ് എങ്ങനെയാണെന്ന് കൂടി ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞുതരാം. നമ്മുടെ സ്നേഹക്കൂടിന്റെ ക്ലൈമാക്സ്, ഋതു മരിക്കും കേട്ടോ പ്രസവത്തോടെ ഋതു മരിക്കും. ആ കുഞ്ഞെ പിന്നീട് അച്ഛനും അമ്മയായിട്ട് വളർത്താൻ പോണത് നമ്മുടെ സേതുവും പല്ലവിയാണ്. ഇന്ദ്രന്റെ സ്വഭാവം ഒന്നും മാറില്ല കേട്ടോ. ഇന്ദ്രൻ മാറാത്തതുകൊണ്ട് തന്നെ ഇന്ദ്രൻ അവിടുന്ന് ചവിട്ടി പുറത്താക്കാണ് സേതുവും പല്ലവിയും കൂടിയിട്ട്. പിന്നീട് നമ്മുടെ ടീച്ചറമ്മേലെ ഇത് ക്ലൈമാക്സ് ആവണത് വീണയുടെ ജോണിന്റെ വിവാഹം തന്നെയാണ് അവസാനം നടക്കുന്നത് കേട്ടോ. അതാണ് അതിലെ ക്ലൈമാക്സ്. ഇഷ്ടമാത്രത്തിലെ ക്ലൈമാക്സ് രചന കുത്തുവാളെടുക്കുന്നതും. അപ്പൊ കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.